ഒരു 4-4.5 മാസം കൊണ്ട് ഒരു സാറ്റലൈറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാടുള്ള കാര്യമാണ്. ഈ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോംസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് പറയുന്ന സാധനമില്ല. ഇന്ന് ഇന്ത്യയാണ് ഏറ്റവും വലിയ ഡിജിറ്റൽ പേയ്മെൻറ്റ് പ്രോസസ്സർ. ഓക്കെ, ഇത് ഓഫ് ലേറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ തന്നെ കേരള സ്പേസ് പാർക്ക് ഇസ് എ സ്റ്റെപ്പ് ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ. സാറ്റലൈറ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ പുതിയ ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഗവൺമെൻറ് ഏജൻസിയിലും അതിൻ്റേതായ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ അവരുടെ സപ്പോർട്ട് കൂടി നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റി. അപ്പം നമ്മൾ ഈ സാറ്റലൈറ്റ് ഉണ്ടാക്കുന്ന ലോഞ്ച് ചെയ്യുന്നത് നമ്മുടെ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് കാണും. അവർക്കിത് ഈ വർഷം തന്നെ പോകണം, അല്ലെങ്കിൽ അടുത്ത വർഷം പോകണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഫ്രീക്വൻസി ഓഫ് ലോഞ്ച് സ്പേസ് എക്സിന് കൂടുതലായതുകൊണ്ടാണ് ആ ഒരു പാർട്ട്ണർഷിപ്പ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് വാല്യുബിൾ ആണ്. ഇൻറ്റൻഷൻ്റെ അഭാവം ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല കേരളത്തിൽ. ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുന്നൊരു മെൻറ്റാലിറ്റിയാണ് എല്ലാ ഗവൺമെൻറ്റൽ അല്ലെങ്കിൽ ക്വാസി ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസിലും അതോറിറ്റീസിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയത്. ISRO ഉപഗ്രഹങ്ങളും റോക്കറ്റുകളും നിർമ്മിക്കുന്നതും വിക്ഷേപിക്കുന്നതും നമുക്കറിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഒരു മലയാളി സ്റ്റാർട്ടപ്പ്, അതും കേരളത്തിൽ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിലെ ഒരു കമ്പനി ഒരു ഉപഗ്രഹം നിർമ്മിച്ചതും അത് വിക്ഷേപിച്ചതും അറിഞ്ഞിരുന്നു. അത് വിക്ഷേപിച്ചതോ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് എന്ന സ്ഥാപനവും. കേരളത്തിന്റെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ഊർജം പകരുന്ന ആ കമ്പനിയുടെ പേര് HEX-20 എന്നാണ്. സ്പേസ് എക്സിന്റെ ട്രാൻസ്പോർട്ടർ 13 എന്ന ദൗത്യത്തിൽ തങ്ങളുടെ ആദ്യ ഉപഗ്രഹമായ നിള മാർച്ച് 15 വിജയകരമായി HEX-20 വിക്ഷേപിച്ചിരുന്നു. വെറും 4 മാസത്തിനുള്ളിൽ വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹം HEX-20യുടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഉപസംവിധാനങ്ങളെയും ജർമ്മൻ ബഹിരാകാശ കമ്പനിയായ D-Cubedന്റെ റിലീസ് ആക്ച്വേറ്റേഴ്സ് വഹിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹവുമാണ്. സ്വകാര്യ ഉപഗ്രഹ നൂതന സാങ്കേതിക വിദ്യയിൽ ഒരു പ്രബലമായ സ്റ്റെപ്പാണ് HEX-20യുടെ നേട്ടം. ISROയും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളും കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും നിർമ്മിച്ച എക്കോസിസ്റ്റം ഉപയോഗിച്ചാണ് HEX-20 ഉപഗ്രഹവും നിർമ്മിച്ചിട്ടുള്ളത്. ആഗോള ബഹിരാകാശ മേഖലയിൽ കേരളത്തിന്റെ വളരുന്ന സാന്നിധ്യത്തെ HEX-20യുടെ നാഴികക്കല്ല് അടയാളപ്പെടുത്തുന്നു. ഈ അഭിമാനകരമായ നേട്ടത്തെക്കുറിച്ചും ഉപഗ്രഹത്തെക്കുറിച്ചും HEX-20യുടെ ഫൗണ്ടേഴ്സിൽ നിന്നും തന്നെ നമുക്ക് കേൾക്കാം. സോ നമ്മുടെ ഇന്ത്യയിലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലെ ആദ്യത്തെ റൈഡ് ഷെയർ മിഷൻ എന്ന് പറയുന്നതാണ് നിള. റൈഡ് ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു സാറ്റലൈറ്റിൽ ഒരു കമ്പനിയുടെ ഒരു പേലോഡ് ഹോസ്റ്റ് ചെയ്യുക, അതിനാണ് റൈഡ് ഷെയർ മിഷൻ എന്ന് പറയുന്നത്. ഈ മിഷനിൽ അവരുടെ ഒരു ജർമ്മൻ കമ്പനിയായ D-Cubedന്റെ ഒരു ആക്ടിവേറ്റർ മെക്കാനിസമാണ് നമ്മൾ ഫ്ലൂ ചെയ്തത്. ഇത് കൂടാതെ HEX-20 തന്നെ ടെക്നോളജി ഡെമോൺസ്ട്രേഷന് വേണ്ടിയുള്ള പേലോഡ്സും ഏവിയോണിക് സ്റ്റാക്കൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മളൊരു 4-4.5 മാസം കൊണ്ടാണ് ഈ സാറ്റലൈറ്റ് ബിൽഡ് ചെയ്തത്. അത് തന്നെ ഒരു ക്വിക്ക് ടേൺ അറൗണ്ട് ടൈമായിരുന്നു. ബിക്കോസ് നമ്മുടെ ഈ കസ്റ്റമർക്ക് ഇത് പെട്ടെന്ന് തന്നെ സ്പേസിൽ എത്തിക്കേണ്ടതായിട്ടുള്ള ഒരു റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലോഞ്ച് ഓപ്പർച്യൂണിറ്റീസ് നോക്കിയപ്പോഴത്തേക്ക് ലൈക്ക് നമ്മുടെ PSLV ലോഞ്ച് താമസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആകെ കൂടിയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പേസ് എക്സിൻ്റെ ട്രാൻസ്പോർട്ടർ 13 റോക്കറ്റാണ്, അല്ലെങ്കിൽ ആ മിഷനാണ്, ട്രാൻസ്പോർട്ടർ 30 മിഷനാണ്. അപ്പോൾ ഞങ്ങൾ അവരെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ലോഞ്ച് സർവീസ് അഗ്രിമെൻറ്റ് നമ്മൾ സൈൻ ചെയ്തു. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്യണമെങ്കിൽ ലൈക്ക് മാർച്ചിലാണ് ലോഞ്ച്. അത് നമുക്ക് ആദ്യമേ അറിയാമായിരുന്നു. തുടങ്ങിയത് ഏകദേശം ഒക്ടോബറിലാണ് നമ്മൾ തുടങ്ങിയത്. ഈ കഴിഞ്ഞ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു അതിൻ്റെ ലോഞ്ച്. അപ്പോൾ ജനുവരി തന്നെ സാറ്റലൈറ്റ് അവിടെ എത്തിക്കുക, അതാണ് ഇതിൽ ടാർഗറ്റ് ഡെഡ് ലൈൻ. അപ്പോൾ ഞങ്ങൾ ഒരു 19 പേരുടെ ടീമാണ്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ടീം എഫേർട്ട്. അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 4-4.5 മാസം കൊണ്ട് ഒരു സാറ്റലൈറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാടുള്ള കാര്യമാണ്. മാത്രമല്ല ഞങ്ങൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇതിൻ്റെ R&D, ഇതിൻ്റെ ടെക്നോളജി ഡെവലപ്മെൻറ്റ് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് വി വെയർ ഏബിൾ ടു ടേൺ ഇറ്റ് ഇൻ ടു എ പ്രോഡക്റ്റ് വിത്തിൻ 4.5 months. ഇതിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് എൻറ്റിറ്റീസ് ഉണ്ട്. ലൈക്ക് വി ആർ ബേസ്ഡ് ഔട്ട് ഓഫ് ട്രിവാൻഡ്രത്താണ് ഇസ്രോയിൽ തന്നെ 3 ഓഫീസുകൾ ട്രിവാൻഡ്രത്തുണ്ട്. അതുകൂടാതെ IST ഉണ്ട്. ഇസ്രോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന 10-60 കമ്പനികൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ വി ആർ ടാപ്പിംഗ് ഇൻ ടു ദാറ്റ്. സോ അവരുടെ ഹെൽപ്പോട് കൂടിയാണ് പല പാർട്സ്, നമ്മളാണ് ഫുൾ ഡിസൈൻ ചെയ്തത്. ബട്ട് വി ഗോട്ട് ഇറ്റ് ഫാബ്രിക്കേറ്റഡ് ബൈ ദീസ് പീപ്പിൾ. അതൊന്ന്. പിന്നെ മാത്രമല്ല ഈ ഇന്ത്യയിലെ സ്പേസ് പ്രൊമോഷനും റെഗുലേഷൻ ചെയ്യുന്ന ഏജൻസി എന്ന് പറയുന്നത് ഇൻസ്പേസ് ആണ്. ഒരു സാറ്റലൈറ്റ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യണം. ഇതൊരു ഇന്ത്യൻ സാറ്റലൈറ്റ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ഇൻസ്പേസ് വഴിയാണ് അത് രജിസ്റ്റർ ചെയ്യുന്നത്.
ഇൻസ്പേസും വളരെയധികം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു ഈ മിഷന് വേണ്ടി. ഈ ജനുവരിയിൽ ഇത് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ടായിരുന്നു. ടെക്നോളജി മാത്രമല്ല, വേറെ അധികം റെഗുലേഷൻസ് വരുന്നുണ്ട്. അതെല്ലാം കടന്നു നമുക്ക് ജനുവരിയിൽ ഇത് ലാസ്റ്റ് ഡേ അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേ എനിക്ക് അവിടെ എത്താൻ പറ്റി. അത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റി. ലാസ്റ്റ് ഡേ എനിക്ക് അവിടെ ചെന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും പറ്റി. ബേസിക്കലി ഇത് ഒരു സാറ്റലൈറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന് ഒരുപാട് ടെസ്റ്റിംഗ് ഉണ്ട്, പല ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ് ഉണ്ട്. നമുക്ക് ടൈം ഫ്രെയിം വളരെ ഷോർട്ടാണ്. അപ്പോൾ അതിൽ ഏറ്റവും അവസാനത്തെ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇത് ഒരു സ്പേസ് ലൈക്ക് എൻവയൺമെൻറ്റിൽ ടെസ്റ്റ് ചെയ്യണം. അതെന്ന് പറയുന്ന ഒരു ചേമ്പറിൻ്റെ അകത്ത്, വാക്യൂം ഉള്ള ചേമ്പറിൻ്റെ അകത്ത് ഇതിൻ്റെ ടെമ്പറേച്ചറൊക്കെ മാറ്റിക്കൊണ്ടിരിക്കും. സ്പേസിൻ്റെ അതേപോലെ 100-120 ഡിഗ്രി, -80 ഡിഗ്രി, അങ്ങനെ ഒരു സൈക്ലിംഗ് ടെമ്പറേച്ചർ സൈക്ലിംഗ് ഉണ്ട്. വൈബ്രേഷൻ ടെസ്റ്റിംഗ് ഉണ്ട്. ഇതൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മൾ അഹമ്മദാബാദിൽ പോയാണ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങളിവിടെ മെറൈൻ കോളേജിൽ ഒരു ഗ്രൗണ്ട് സ്റ്റേഷനും സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ഒരു എൻഡ് ടു എൻഡ് ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇവിടെ സാറ്റലൈറ്റ് വിടുന്ന ബീക്കൺ ഇവിടെ റിസീവ് ചെയ്യുന്നുണ്ടോ, ഗ്രൗണ്ട് സ്റ്റേഷനോ, അങ്ങനെ ടെസ്റ്റുകളുണ്ട്. ഇത്രയധികം ടെസ്റ്റുകളും പിന്നെ ഇത് മാത്രം ഇതൊരു എക്സ്പോർട്ടാണ്. സാറ്റലൈറ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ പുതിയ ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഗവൺമെൻറ് ഏജൻസിയിലും അതിൻ്റേതായ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ അവരുടെ സപ്പോർട്ട് കൂടി നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇറ്റ് ഹാപ്പൻ ഇൻ ദി ലാസ്റ്റ് ഡേ. അങ്ങനെയാണ് ഞങ്ങൾ അത് സ്പേസ് ബെർലിനിൽ ആണ് എക്സോ ലോഞ്ച് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അവരുടെ ഡിപ്ലോയർ എന്ന് പറഞ്ഞാൽ ഡിപ്ലോയറിൻ്റെ അകത്താണ് ഈ സാറ്റലൈറ്റ് വെക്കുന്നത്. എന്നിട്ട് ഈ ഡിപ്ലോയറാണ് ലോഞ്ച് വെഹിക്കിളിൽ നമ്മൾ ഘടിപ്പിക്കുന്നത്. കറക്റ്റ് ഓർബിറ്റ് ആകുമ്പോഴത്തേക്ക് 500 കിലോമീറ്ററിലാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഡിപ്ലോയർ ഇതിനെ പുഷ് ചെയ്യും. അപ്പോൾ ബെർലിനിൽ കൊണ്ട് ഈ ഡിപ്ലോയറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അവർ റോക്കറ്റിലേക്ക് മാറ്റിക്കോളും. അപ്പോൾ നമ്മുടെ ജോലി എന്ന് പറയുന്നത് ബെർലിൻ വരെ എത്തിക്കുക, അതുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതാണ് നിള എന്ന മിഷന് പേരിടാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് നിള നദിയുമായിട്ടുള്ള ഒരു ഇത്, പിന്നെ മാത്രമല്ല ഈ ബിൽഡിങ്ങിൻ്റെ പേര് നിള ആണ്. നിളയിലാണ് ഞങ്ങളുടെ ഓഫീസ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് സാറ്റലൈറ്റിൻ്റെ പേര് നിള എന്നിട്ടേക്കുന്നത്. ഞങ്ങൾ 5 കോ-ഫൗണ്ടേഴ്സാണ് Hex20 എന്ന കമ്പനിയിലെ ഫ്രണ്ടിൽ. അപ്പോൾ അതിൽ ഒരു ആൾ ഡോക്ടർ അമൽ ചന്ദ്രൻ. പുള്ളി സ്പേസ് ഡൊമൈനിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, സ്പേസ് ഇൻഡസ്ട്രിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ലാസ്പ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ലാബിൽ, കൊളറാഡോ യൂണിവേഴ്സിറ്റീൻ്റെ ഒരു സ്പിൻ ഓഫാണ്. ആ ലാബ് എന്ന് പറഞ്ഞാൽ നാസ കഴിഞ്ഞ ഏറ്റവും വലിയൊരു ലാബാണ് ഈ സാറ്റലൈറ്റ് ഡെവലപ്മെൻറ്റൊക്കെ, ചെറിയ സാറ്റലൈറ്റിൻ്റെ. അവിടുത്തെ ഡയറക്ടറാണ് പുള്ളിക്ക് 20 മിഷൻ ഇതിനകം ചെയ്തിട്ടുണ്ട്, 20 ഇൻക്ലൂഡിങ് മാസ് മിഷൻ. പുള്ളിയാണ് ഇതിൻ്റെ തിങ്ക് ടാങ്ക്. ഇത് കൂടാതെ ഓസ്ട്രേലിയയിൽ ഞങ്ങൾക്കൊരു സെയിൽസ് ഓഫീസുണ്ട്. ലോയിഡാണ് നമ്മുടെ സെയിൽസും മാർക്കറ്റിങ്ങൊക്കെ നോക്കുന്നത്. പിന്നെ ഈ അമലിൻ്റെ ബ്രദറുണ്ട് അശ്വിൻ ചന്ദ്രൻ. പുള്ളി ഡാറ്റ അനലിറ്റിക്സിൽ സെൻസേഴ്സ്, ആക്ടിവേറ്റേഴ്സ് അതിലൊക്കെയാണ് പുള്ളിയുടെ സ്പെഷ്യലൈസേഷൻ. പുള്ളിയും US-ലാണ്. പുള്ളി ഒരു കോ-ഫൗണ്ടറാണ്. കേരളത്തിൽ ട്രിവാൻഡ്രത്ത് ഞാനുണ്ട്. ഞാൻ ടാറ്റ എലക്സിയിൽ 10-18 വർഷം വർക്ക് ചെയ്തതാണ്. അത് ഓട്ടോമോട്ടീവ് എയറോസ്പേസ് പ്രോജക്ട്സിലാണ് കൂടുതൽ വർക്ക് ചെയ്തത്. പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റാണ് എൻ്റെ ഫോക്കസ്. കൂടെയുള്ള അരവിന്ദാണ്. പുള്ളി ഈ ഏണസ്റ്റ് ആൻഡ് യങ്ങിലാണ് വർക്ക് ചെയ്തിരുന്നത്. 10 വർഷത്തിൽ കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ബേസിക് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ഇൻഡസ്ട്രിയാണ്. 2022 അവസാനമാണ് ഇന്ത്യയിൽ തന്നെ സ്പേസ് ഇൻഡസ്ട്രി പ്രൈവറ്റ് പ്ലെയേഴ്സിന് വേണ്ടി ഓപ്പൺ ചെയ്തിരിക്കുക. നമ്മളിത് 2018 മുതലേ ഇത് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലൊരു മാർക്കറ്റ് ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. കാരണം ഇഫ് യു ലുക്ക് അറ്റ് ചെറിയ സാറ്റലൈറ്റ് എന്ന് വെച്ചാൽ 200 മുതൽ 500 kg ഒരുപാട് സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്നുണ്ട്. സ്റ്റാർലിങ്ങിൻ്റെ, സ്പേസ് എക്സ്, OneWeb അല്ലാതെ തന്നെ. അപ്പോൾ ഇതിനൊരു മാർക്കറ്റ് ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. മാത്രമല്ല 2020 ആയപ്പോൾ നമുക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് 1-2 ചെറിയ പ്രോജക്റ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ ഓസ്ട്രേലിയയിലാണ് ആദ്യമായിട്ട് ഇതിൻ്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ലോയിഡാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ആ പ്രോജക്റ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 2021 ഞങ്ങളിവിടെ രജിസ്റ്റർ ചെയ്തു. പക്ഷേ നമ്മൾ ഡോർമെൻ്റ് ആയിരുന്നു. 2023 ആദ്യമായപ്പോൾ ഞങ്ങൾക്ക് UAE നിന്ന് ഒരു പ്രോജക്റ്റ് കിട്ടി. UAEയിലെ സ്പേസ് ഏജൻസിനെ വേണ്ടി ലബോറട്ടറി ടെസ്റ്റ് ബെഞ്ച് ഫോർ സാറ്റലൈറ്റ്. അതൊരു സാറ്റലൈറ്റ് തന്നെയാണ്, പക്ഷേ അത് ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ സാറ്റലൈറ്റിന് എല്ലാ സബ് സിസ്റ്റവും ഉണ്ട്. പഠിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, റിസർച്ച് ചെയ്യാനും പഠിക്കാൻ വേണ്ടിയാണ്. അത് 3 യൂണിറ്റിൻ്റെ ഓർഡർ നമുക്ക് കിട്ടിയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇത് ആദ്യത്തെ യൂണിറ്റ് ഉണ്ടാക്കിയത് ഒരു Airbnb
കെട്ടിടത്തിൽ നിന്നാണ് ഞങ്ങൾ 20 ദിവസം കൊണ്ടൊരു സാധനം ഉണ്ടാക്കി. പക്ഷേ നമുക്ക് അതിനുള്ള ടെക്നോളജി ഉണ്ടായിരുന്നു, നമുക്ക് ബോർഡ്സൊക്കെ ഉണ്ടായിരുന്നു, അത് ഇൻ്റഗ്രേഷനാണ്. അത് കഴിഞ്ഞാണ് ഈ ഓഫീസിലേക്ക് വന്നത്. UAE സ്പേസ് ഏജൻസിയിൽ നമ്മളിത് ഡെലിവർ ചെയ്യുകയും അവിടെ ഒരു 30-35 കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരെ റിക്രൂട്ട് ചെയ്ത എഞ്ചിനീയേഴ്സിന് വേണ്ടി നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം നടത്തുകയും ചെയ്തു 2 ആഴ്ചത്തേക്ക്. അതാണ് ഇവിടുത്തെ സ്റ്റാർട്ട്. ഭാഗ്യവശാൽ ഞങ്ങൾക്ക് അത് കഴിഞ്ഞ ഉടൻ നാഷണൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി തായ്വാനിൽ നിന്ന് 2 മിഷൻ കിട്ടി. അത് ഒന്നെന്ന് പറയുന്നത് ലൈക്ക് ഒരു ഫൈബർ ഒപ്റ്റിക് ഗൈറിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതും, മറ്റൊന്ന് ഷിപ്പ് ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ള എന്ന് വെച്ചാൽ ഷിപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പേലോഡ്, ആ ഒരു പേലോഡും വന്നിട്ടുണ്ട്. ഈ 2 പ്രോജക്റ്റ് നമുക്ക് കിട്ടി. അതിപ്പോഴും പോയിട്ടില്ല, അത് ഈ വർഷം അവസാനം പോകുന്നുണ്ട്. അപ്പോൾ NC 2 മിഷനുണ്ട്. ഇത് കൂടാതെ കമ്മിറ്റി ഓഫ് സ്പേസ് റിസർച്ച്, കോസ്പാർ എന്ന് പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ പല രാജ്യങ്ങളുടെ ഒരു എൻറ്റിറ്റിയാണ്. അവരുടെ ഒരു മിഷനും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ വർഷം പ്ലാൻഡാണ്. ഇത് കൂടാതെ ഈ അടുത്ത അവസരത്തിൽ നടന്ന ഒരു സാധനം എന്ന് വെച്ചാൽ നമ്മുടെ UAE സ്പേസ് ഏജൻസിയുമായിട്ട് ഒരു MOU സൈൻ ചെയ്യുകയും അവർ ലൈക്ക് ഒരു ആസ്ട്രോയിഡ് മിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. 2028 ആ മിഷൻ്റെ ഒരു ലാൻഡർ പാർട്ട്, അത് ചെറിയൊരു സ്പേസ് ക്രാഫ്റ്റാണ്, അത് ഹെക്സ്റ്റൻഡിയാണ് ചെയ്യുന്നത്. അത് പ്രോജക്റ്റ് ഇപ്പോൾ തുടങ്ങി. ഞങ്ങൾ UAE ഒരു സബ്സിഡറി സ്റ്റാർട്ട് ചെയ്തു. അത് 2028 അത് ലോഞ്ച് ചെയ്യും. അതൊരു ആസ്ട്രോയിഡിലേക്ക് പോവുക, അതിലേക്ക് ഇടിച്ചിറങ്ങുക. അതാണ് നമ്മളതിൻ്റെ ഒരു പാർട്ടാണ് ചെയ്യുന്നത്. ഒരു ഇടിച്ചിറങ്ങുന്ന ആ പേടകം നമ്മളാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കൊരു വലിയ അഡ്വാൻറ്റേജാണ് കിട്ടുന്നത്. ലൈക്ക് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈക്ക് X20ക്ക് ലൈക്ക് വി ഹാവ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ മിഷൻസ് ഉണ്ട്, വിച്ച് ഇസ് വെരി ലക്കി ഫോർ അസ് ആൻഡ് ഓൾസോ വെരി ചലഞ്ചിങ്. ഇത് കൂടാതെ ജപ്പാൻ കമ്പനിയായ ഐസ്പേസ്, അവർ ഈ അടുത്തിടയ്ക്ക് കഴിഞ്ഞ മാസമാണ് അവരുടെ ലൂണാർ എക്സ്പ്ലോറേഷൻ കമ്പനിയാണ്. അവരുടെ ലാൻഡർ കഴിഞ്ഞ മാസമാണ് സ്പേസ് എക്സ് വഴി അവരും വിട്ടേക്കുന്നത്. അവരുടെ അടുത്ത മിഷനിൽ ലൂണാർ ഓർബിറ്ററിൻ്റെ ഒരു MOUയും ഞങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ മൂണിന് ചുറ്റും കറങ്ങുന്ന ഒരു ഓർബിറ്റർ. അപ്പോൾ പ്രോജക്റ്റ് നോക്കുകയാണെങ്കിൽ, മിഷൻസ് നോക്കുകയാണെങ്കിൽ, വി ഡു ഹാവ് ഇനഫ് ഇൻ അവർ പൈപ്പ് ലൈൻ ആൻഡ് വി ആർ ബിൽഡിംഗ് ദ ടെക് ഫോർ ദാറ്റ്. വൈ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ ലൈക്ക് വി ഓൾ ആർ ഫ്രം ട്രിവാൻഡ്രം. മാത്രമല്ല ലൈക്ക് ഇതൊരു സ്ട്രാറ്റജിക് ലൊക്കേഷനാണ്, വളരെ കാം ക്വയറ്റ് പ്ലേസാണ്. ഇസ്രോ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്, IIST ഉണ്ട്, നല്ല കോളേജസ് ഉണ്ട്, ആൻഡ് ഇവിടെ ഒരു 60-70 പാർട്ട്നേഴ്സുണ്ട്. ഇസ്രോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന പാർട്ട്നേഴ്സുണ്ട്. ആ എക്കോ സിസ്റ്റമാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ട്രിവാൻഡ്രം. നമുക്ക് വേറൊരു കമ്പനിക്ക് വേണ്ടി തന്നെ നമുക്ക് അത് ബിൽഡ് ചെയ്യാം. പക്ഷേ അതിനുള്ള ടെക് ഉണ്ടായിരുന്നു. നമുക്ക് ഇതിനു മുമ്പുള്ള വേറെ കുറച്ച് മിഷനിൽ, ഇൻസ്പയർ സാറ്റ് എന്നൊക്കെ പറയുന്ന മിഷനിൽ അമൽ ചില സബ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളും അതിൻ്റെ ഒരു പാർട്ടായിരുന്നു. ആ സബ് സിസ്റ്റംസിൽ ഓൾറെഡി പ്രൂവൺ ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് തന്നെ. ഇപ്പോൾ ക്ലോസ് ടു 22 ആൾക്കാരുണ്ട് ഇവിടെ. അതിൽ R&D ടീമുണ്ട്. ഒരു 4-5 പേര് R&Dക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ അവർ മിഷനിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സ് ഉണ്ട്, തെർമൽ പാർട്ടുണ്ട്. അപ്പോൾ ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ഫീൽഡാണ്. അപ്പോൾ എല്ലാ ഫീൽഡിൽ നിന്നുള്ള ആൾക്കാർ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ പല ആൾക്കാരും ലൈക്ക് ഇവിടുത്തെ കോളേജുകളിൽ പഠിച്ചവരുണ്ട്. പുതിയ ഫ്രഷേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല, 2 വർഷം 3 വർഷം എക്സ്പീരിയൻസ് ആൾക്കാരുണ്ട്. 8-10 വർഷം എക്സ്പീരിയൻസ് ആയ ഇസ്രോയിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരും ഇവിടെ നമ്മുടെ കൂടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നല്ലൊരു ടീമാണിപ്പോൾ. നമുക്ക് ഈ ടീമിൻ്റെ പുറത്തുള്ള കോൺഫിഡൻസ് വളരെ കൂടുതലാണ്. ഇത്രയും വലിയ മിഷൻസ് നമ്മൾ എൻഗേജ് ചെയ്യാൻ പോവുകയാണ്. വി ആർ ഓൾസോ ബിൽഡിംഗ് ദ ടീം ആൻഡ് ടെക്നോളജി. ആസ്ട്രോയിഡ് മിഷൻ എന്ന് പറയുന്നത് ലൈക്ക് UAE ഒരു പ്രീമിയർ മിഷനാണത്. ആസ്ട്രോയിഡ് ബെൽറ്റിലേക്കാണ് ആ മിഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്കൊരു വലിയ സ്പേസ് ക്രാഫ്റ്റ് ഉണ്ട് അവർ ഡിസൈൻ ചെയ്യുന്നത്. അത് 7 ആസ്ട്രോയിഡ്, UAE എന്ന് പറയുന്ന 7 എമിറേറ്റ്സ് ആണ്. 7 ആസ്ട്രോയിഡ് വിസിറ്റ് ചെയ്യുന്ന ഒരു മിഷനാണ് അത്. അതിൽ അവസാനത്തെ ആസ്ട്രോയിഡിൽ, 7ാമത്തെ ആസ്ട്രോയിഡിൽ ഒരു ചെറിയ ഇമ്പാക്ടർ എന്ന് പറയാം, അത് ആസ്ട്രോയിഡിലേക്ക് ഇടിച്ചിറങ്ങും. ആ ഇമ്പാക്ടറാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. This is a cutting edge technology and we are also developing cutting edge technology. നമുക്ക് ഇത് എങ്ങനെ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റും എഫക്റ്റീവായിട്ട് വിത്ത് ദ റൈറ്റ് ക്വാളിറ്റി, അതാണ് നമ്മുടെ ഫോക്കസ്. അപ്പോൾ ലൈക്ക് ഇതിലെ പല കമ്പോണൻറ്റും നമുക്ക് പുറത്തുനിന്ന് ഇപ്പോൾ മേടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്.
അപ്പോൾ അതൊക്കെ തന്നെ ഇവിടെ R&D ചെയ്ത് ഇവിടെ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു പാത്തിലാണ് ഞങ്ങളുടെ R&D തന്നെ അങ്ങനെയാണ് ചാനലൈസ് ചെയ്തിരിക്കുന്നത്. അതിന് പറയുന്ന ടെക്നിക്കൽ ടേം എന്ന് പറഞ്ഞാൽ വേർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ എന്നാണ്. എല്ലാ സിസ്റ്റവും ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു ഒരു 50-60% ഇൻഡിജിനസ് ആണ്. ഒരു കോർ ക്രിട്ടിക്കലായിട്ടുള്ള കുറേ പാർട്സ് ഉണ്ട്. അതിപ്പോഴും നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. അതിൻ്റെ R&D ഇവിടെ നടക്കുന്നുണ്ട്. വിത്തിൻ 1.5 years ഐ തിങ്ക് വി ക്യാൻ ഹാവ് 90% വേർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ. ബേസിക്കലി നമ്മളൊരു സാറ്റലൈറ്റ് വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കമ്മീഷനിങ് ഫേസ് ഉണ്ട്. അത് നമ്മൾ ചെയ്യുന്നത് ഈ മെറൈൻ കോളേജിലെ ഗ്രൗണ്ട് സ്റ്റേഷൻ വഴിയാണ്. വൺസ് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാറ്റലൈറ്റിൻ്റെ ലൈഫ് 6 മുതൽ 2 വർഷം വരെ ആവാം. ഇതിൽ നിന്നുള്ള ഡേറ്റ നമ്മൾ ഈ ഗ്രൗണ്ട് സ്റ്റേഷൻ വഴിയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അതിൻ്റെ അനാലിസിസ് ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ചില പ്രോജക്റ്റിൽ അല്ലെങ്കിൽ ചില മിഷൻസിൽ ലൈക്ക് കസ്റ്റമർക്ക് ഈ ഡാറ്റ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവർ നമുക്ക് മിഷൻ തരുകയും നമ്മൾ ഇതിൻ്റെ ഗ്രൗണ്ട് ഓപ്പറേഷൻസ് ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ കസ്റ്റമേഴ്സിന് കൊടുക്കുകയും വേണം. അത് പിന്നെ അവർ അനലൈസ് ചെയ്തോളും. അപ്പോൾ നമ്മുടെ ലൈക്ക് നമ്മുടെ സാറ്റലൈറ്റ് പ്ലാറ്റ്ഫോമിൻ്റെ ഡെവലപ്മെൻറ്റ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എൻഡ് ടു എൻഡ് എന്ന് പറയാം. ഫ്രം കൺസെപ്റ്റ് ടു ലോഞ്ച് ടു ഓപ്പറേഷൻസ്. ബേസിക്കലി നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് പേലോഡ് ഉണ്ടാക്കുന്ന കസ്റ്റമേഴ്സാണ്. നമ്മളെ ബിസിനസ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമാണ്. ഈ പേലോഡ് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പേലോഡ് അഗ്നോസ്റ്റിക് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പേലോഡിൻ്റെ റിക്വയർമെൻറ്റ്സ് നമുക്ക് കിട്ടും. അതിനനുസരിച്ച് ഏത് പ്ലാറ്റ്ഫോമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ആ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ലോഞ്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു, ഓപ്പറേഷൻസ് വേണമെങ്കിൽ ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ അടുത്ത 2 സാറ്റലൈറ്റ് നമ്മൾ എൻസിൽ, അവരാണ് ഇൻ്റർനാഷണൽ ഇന്ത്യയിൽ ലോഞ്ച് സർവീസ്, കമേഴ്ഷ്യൽ ലോഞ്ച് സർവീസ് മാനേജ് ചെയ്യുന്ന എൻസിൽ എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. അവരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അടുത്ത PSLVയിലോ SSLVയിലോ നമുക്ക് സ്ലോട്ട് ഏകദേശം ധാരണയിലെത്തിയിട്ടുണ്ട്. അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടില്ല. ഇവിടെ കേരളത്തിൽ ഒരു സാറ്റലൈറ്റ് ബിൽഡ് ചെയ്യാനുള്ള ഒരു എക്കോസിസ്റ്റം ഉണ്ട് ഒരു പരിധി വരെ. ലൈക്ക് ഇഫ് നമ്മുടെ മെക്കാനിക്കൽ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ അതിനുള്ള ആൾക്കാരുണ്ട്, കമ്പനീസ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ ഏരിയയിലൊക്കെ നമ്മൾ സ്ട്രോങ് ആണ്. പക്ഷേ ഇലക്ട്രോണിക്സും മാനുഫാക്ചറിങ് നോക്കുകയാണെങ്കിൽ അത് ഇത്തിരി ലിമിറ്റഡാണ്. ടെസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വാലിഡേഷൻ നോക്കുകയാണെങ്കിൽ അതും ഇവിടെ ചെയ്യാൻ പ്രയാസമാണ്. ഇസ്രോയിൽ ഫെസിലിറ്റി ഉണ്ട്, ഇൻസ്പേസ് വഴി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഡയറക്റ്റായിട്ട് അഹമ്മദാബാദിൽ പോയാണ് ചെയ്യുന്നത്. അവിടെ ഇൻസ്പേസിൻ്റെ ഫെസിലിറ്റി ഉണ്ട്, അല്ലാതെ പ്രൈവറ്റ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലൈക്ക് മെക്കാനിക്കൽ സൈഡ് ഒരു പരിധി വരെ ഇലക്ട്രോണിക്സിന് ചില കമ്പനീസ് ഉണ്ട് ഇവിടെ മാനുഫാക്ചറിങ് ആയിട്ടുള്ള. അപ്പോൾ അവരുമായിട്ടൊക്കെ നമ്മൾ പാർട്ണർഷിപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളെ പൊസിഷൻ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം കമ്പനി ആയിട്ടാണ്. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യുന്നത് നാനോ സാറ്റലൈറ്റ് ഗണത്തിൽപ്പെടുന്നത് എന്ന് വെച്ചാൽ 10 കിലോഗ്രാമിൽ താഴെ. അടുത്ത വർഷം അവസാനമാകുമ്പോഴേക്കും നമ്മൾ 35 kg ഒരു സാറ്റലൈറ്റ് ബിൽഡ് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഗോയിങ് ഫോർവേഡ് നമ്മളൊരു 100-120 kg അടുത്തൊരു 2.5-3 വർഷം കൊണ്ട് അവിടെ എത്തണം എന്നാണ് നമ്മുടെ വിഷൻ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ടെക് ഡെവലപ്മെൻറ്റാണ് നമ്മൾ R&D ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ലൈക്ക് യു സെഡ് ലൈക്ക് യു ആസ്ഡ് ലൈക്ക് ഹൗ ഡു വി കോമ്പീറ്റ് വിത്ത് ഇൻ്റർനാഷണൽ പ്ലേയേഴ്സ്. അത് ടെക്നോളജി വെച്ചേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വി ഹാവ് ദ ടെക്നോളജി ഇൻ ഇന്ത്യ, ലൈക്ക് വി നീഡ് ടു മേക്ക് ഇറ്റ് ആൻഡ് വി ആർ വെരി കോൺഫിഡൻറ്റ് ഇൻ മേക്കിംഗ് ഇറ്റ്. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമ്മുടെ ഇതിൽ തന്നെ പല ബേസിക്കലി ഒരു കോൺഫിഗറബിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ടെസ്ല കാർ പോലെ. ടെസ്ല കാർ വന്നപ്പോഴത്തേക്ക് ബാക്കിയുള്ള കൺവെൻഷണൽ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീനെ അത് ഡിസ്ട്രിപ്റ്റ് ചെയ്തു അതിൻ്റെ ആർക്കിടെക്ചർ. അതേപോലെയുള്ള ഒരു ആർക്കിടെക്ചറാണ് നമ്മൾ ഈ സാറ്റലൈറ്റ് ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ചെറിയ പ്ലാറ്റ്ഫോം തൊട്ട് വലിയ പ്ലാറ്റ്ഫോം വരെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഗറബിൾ ആർക്കിടെക്ചർ, അത് സോഫ്റ്റ്വെയർ ഡ്രിവണുമാണ്. അങ്ങനെ ഒരു ആർക്കിടെക്ചറാണ് നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വിച്ച് ഇസ് ദി മേജർ ഡിഫറൻഷിയേറ്റർ ഫോർ അസ്. അപ്പോൾ അതിൽ കൂടുതൽ പറയുന്നില്ല. മാത്രമല്ല ഇപ്പോൾ മെഷീൻ ലേണിംഗ് AI കാലമാണ്. സ്പേസ് ഇൻഡസ്ട്രിയിൽ ഇതെങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം, ചില ഏരിയാസിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇതിൻ്റെ ആറ്റിറ്റ്യൂഡ് കൺട്രോൾ, അങ്ങനെ കുറേ ഏരിയാസിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ റിസർച്ച് ഏരിയ. പിന്നെ ഹൈ ഡാറ്റ റേറ്റ് കമ്മ്യൂണിക്കേഷൻ, നമുക്ക് കേരളത്തിൽ തന്നെ അതിൻ്റെ ടെക്നോളജി ഉണ്ട്. ലൈക്ക് ദർ ആർ പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഇൻ ദോസ് കൈൻഡ് ഓഫ് ടെക്നോളജി ഇൻ കൊച്ചിൻ. സോ വി ആർ partnering with them, making new product line for high speed communication, പിന്നെ ഡിപ്ലോയ് ചെയ്യുന്ന ആൻറ്റിനാസ്, അങ്ങനെ
പല പുതിയ R&D ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ R&D എഫേർട്ട് കാരണമാണ് നമുക്ക് അവരുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് നമ്മുടെ സ്ട്രാറ്റജി. നമ്മൾ സാറ്റലൈറ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ലോഞ്ച് പ്രോസസ്സാണ്. അപ്പോൾ ലോഞ്ച് പ്രോസസ്സിന് ഇപ്പം നമുക്ക് ഉള്ള ഓപ്ഷൻസ്, ഒന്ന് ഇവിടെ നമ്മൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇസ്രോ, പിന്നെ ഇന്ത്യക്ക് വെളിയിലാണെന്നുണ്ടെങ്കിൽ സക്സസ്ഫുള്ളും എന്താണ് ഫ്രീക്വൻസി ഓഫ് ലോഞ്ച് ഉള്ളത് സ്പേസ് എക്സ് ആണ്. അപ്പം അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്ത് അവരുടെ ഒരു ലോഞ്ച് ഓപ്ഷൻ നമുക്ക് കിട്ടി. അതായിരുന്നു ഈ ട്രാൻസ്പോർട്ടർ 13 നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്തത്. അപ്പോൾ നമ്മൾ അവരെ കണക്ട് ചെയ്തു. ലോഞ്ച് അവൈലബിലിറ്റി അവർ ഡേറ്റ്സും ഷെഡ്യൂൾസും തരും. അവരുടെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ കുറേ കാര്യങ്ങൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവരുടെ ഒരു ഓൾമോസ്റ്റ് ഒരു വർഷത്തെ അല്ലെങ്കിൽ അവരുടെ ഒരു അപ്കമ്മിങ് കുറച്ച് ലോഞ്ചസിൻ്റെ ഷെഡ്യൂൾ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ഈ സാറ്റലൈറ്റ് ഉണ്ടാക്കുന്ന ലോഞ്ച് ചെയ്യുന്നത് നമ്മുടെ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് കാണും. അവർക്കിത് ഈ വർഷം തന്നെ പോകണം അല്ലെങ്കിൽ അടുത്ത വർഷം പോകണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഫ്രീക്വൻസി ഓഫ് ലോഞ്ച് സ്പേസ് എക്സിന് കൂടുതലായതുകൊണ്ടാണ് ആ ഒരു പാർട്ട്ണർഷിപ്പ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് വാല്യുബിളാണ്. കാരണം ടൈംലി കാര്യം. അതേസമയം ഇസ്രോ പോലുള്ളൊരു പ്ലാറ്റ്ഫോം അതും ഒരു പ്രൂവൺ പ്ലാറ്റ്ഫോമാണ്. അപ്പം ഇവിടെ പക്ഷേ ഇപ്പം ആസ് യു നോ ഒരുപാട് സ്റ്റാർട്ടപ്സ് ഉണ്ട്. അപ്പോൾ സ്ലോട്ട്സ് കിട്ടാനും അത് നല്ല പാടാണ്. അപ്പം നമ്മൾ പക്ഷേ ഇപ്പോൾ അവരുമായിട്ട് ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അവർ ഇപ്പം ഇന്ത്യൻ സ്റ്റാർട്ടപ്സിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അടുത്ത നമ്മുടെ ലോഞ്ചസ് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവർ അവരുടെ ലോഞ്ച് ഷെഡ്യൂൾ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത മിഷൻസിൻ്റെ ടൈം ലൈനും അനുസരിച്ചിട്ട് ഈവൻ ഇസ്രോയുടെ ലോഞ്ച് ഫെസിലിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മൾ ഈ ഒരു കോൺസെപ്റ്റുമായിട്ട് മാർക്കറ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഓൾറെഡി US യൂറോപ്പും ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്, കുറച്ചധികം നാളായി. അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റ് ഈ മൈക്രോ സാറ്റലൈറ്റ് കോൺസെപ്റ്റുമായിട്ട് വന്ന ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഏഷ്യ പസഫിക് റീജിയനിൽ ഇങ്ങനെയുള്ള പ്ലെയേഴ്സ് കുറവായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ആ ഒരു ഏരിയ ആയിരുന്നു. പിന്നെ രണ്ടാമത് ഏഷ്യൻ പസഫിക് റീജിയനിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും എക്സ്പെരിമെൻ്റൽ പേലോഡ്സാണ്. അത് കാരണം തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റീസ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അങ്ങനെ ഉള്ളവരെയാണ് നമ്മൾ ഇനിഷ്യലി ടാർഗറ്റ് ചെയ്തത്. നമ്മൾ ഏതൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആദ്യത്തെ 1-2 പ്രോജക്ട്സാണ് ക്രിട്ടിക്കൽ. അത് നല്ല രീതിയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രോജക്ട്സ് വരുന്നത്. നമുക്ക് ആദ്യം കിട്ടിയ കുറച്ച് പ്രോജക്ട്സിൻ്റെ ആ ഒരു ഇതിലാണ് പിന്നെ അങ്ങോട്ടുള്ള പ്രോജക്ട്സ് ഇപ്പം നമ്മുടെ ഇപ്പോൾ പൈപ്പ് ലൈനിലുള്ള പ്രോജക്ട്സ് എല്ലാം വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ടീമിൻ്റെ കണക്സും ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ സ്പെസിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന ഒരു ടൈപ്പ് പ്രോജക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. നമ്മൾ എസ്പെഷ്യലി നമ്മളൊരു പ്ലാറ്റ്ഫോം കമ്പനി ആയതുകൊണ്ട് നമ്മൾ ഏത് ടൈപ്പ് പേലോടും നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കണം. അപ്പോൾ അത് എർത്ത് ഒബ്സർവേഷൻ ആകാം, ഒരു കമ്മ്യൂണിക്കേഷൻ ആകാം. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളൊരു ലൂണാർ മിഷൻ ഇത് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു ഡീപ്പ് സ്പേസ് മിഷൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു ഫൈനൽ കേപ്പബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ടൈപ്പ് മിഷൻ ചെയ്യാൻ ഒക്കുന്ന കേപ്പബിലിറ്റിയാണ് നമ്മളിപ്പം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ വളരെ ചെറിയ പ്ലാറ്റ്ഫോമിൽ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഒരു 100-150 kg ക്ലാസ് സാറ്റലൈറ്റ്. അതാകുമ്പോഴത്തേക്ക് കുറേ കൂടെ സീരിയസ്, വളരെ വലിയ സാറ്റലൈറ്റ്സാണ്. ഇനി അതിൽ നിന്നും വലിയ സാറ്റലൈറ്റ്സിലോട്ട് പോകണം. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമുക്കൊരു ഡിഫൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കോൺട്രാക്റ്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറേ കൂടെ റിഡൻഡൻ്റായിട്ട് മൾട്ടിപ്പിൾ സിസ്റ്റംസ് ഹോസ്റ്റ് ചെയ്ത് അത്രയും പവറും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ ഒക്കുന്ന ഒരു സാറ്റലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനേക്കാളും വലിയ സാറ്റലൈറ്റാണ്. അപ്പം അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്സാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. അതിന് ഈ IT ഇത് തുടങ്ങിയത്, അല്ലെങ്കിൽ ഇ-കോമേഴ്സ് അങ്ങനെയുള്ള കോൺസെപ്റ്റ് തുടങ്ങിയത് US-ലും യൂറോപ്പിലും ഒക്കെ ആയിരുന്നു. ഇപ്പം നമ്മളൊരു ഒരു ചെറിയ സാധനം വാങ്ങിക്കണമെങ്കിൽ നമ്മൾക്കിപ്പോൾ മൊബൈലിൽ കയറി ഓൺലൈനായിട്ട് വാങ്ങിക്കും നോക്കും ഇവിടെ ഇന്ത്യയിൽ. ഈ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോംസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് പറയുന്ന സാധനമില്ല. ഇന്ന് ഇന്ത്യയാണ് ഏറ്റവും വലിയ ഡിജിറ്റൽ പേയ്മെൻറ്റ് പ്രോസസ്സർ. ഓക്കെ, അപ്പം നമ്മൾ കാണുന്നത് ഇതേണക്കുള്ള ടെക്നോളജീസ് വരുമ്പോൾ കൺസ്യൂം ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ മാർക്കറ്റ് ഇന്ത്യയാണ്.
ഇത്രയും നമുക്ക് ജനസംഖ്യയുണ്ട്. അതിപ്പോൾ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ, അപ്പം നമ്മൾ ഇപ്പം അങ്ങനെ ഒരു ഒരു റീജിയൻ സ്പെസിഫിക് ആയിട്ടല്ല, എക്സ്പെഷ്യലി സ്പേസ് ഈസ് നോട്ട് റീജിയൻ സ്പെസിഫിക്, ഇറ്റ്സ് ഫോർ പ്ലാനറ്റ് എർത്ത് വാട്ട് എവർ വി ആർ ഡൂയിങ്. അല്ലെങ്കിൽ നമ്മുടെ അപ്പം ഇങ്ങനെയുള്ള പ്രോജക്ട്സ് ചെയ്ത് അതിൻ്റെ ഡാറ്റ വന്ന് അത് പല രീതിയിൽ ഉപയോഗിക്കപ്പെട്ട് വരുമ്പോഴാണ് അങ്ങനെയുള്ള പല ആപ്ലിക്കേഷൻസ് ഡെവലപ്പ്. അപ്പോൾ ഇപ്പം നമ്മളുണ്ടാക്കുന്ന ഹാർഡ്വെയർ സൈഡാണ്. ഇതിൻ്റെ ഈ പോകുന്ന സാറ്റലൈറ്റ്സിൽ നിന്നുള്ള ഡാറ്റ വന്നിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ആവും. അപ്പോഴാണ് അത് കൂടുതലും ഒരു സാധാരണക്കാരൻ കൺസ്യൂം ചെയ്ത് തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ എന്ത് സാറ്റലൈറ്റ് ഡാറ്റയാണ് കൺസ്യൂം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ ഗൂഗിൾ മാപ്സ്. അപ്പോൾ ഇതുപോലെ ഇനി ഒരുപാട് സാധനങ്ങൾ വരും. അത് എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറയാനൊരു ബുദ്ധിമുട്ടാണ്. പണ്ട് നമ്മൾ ആ ഇ-കോമേഴ്സൊക്കെ വന്ന സമയത്ത് ഒരു മൊബൈൽ വഴി നമ്മുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് 1 കിലോ അരി വാങ്ങിക്കാൻ ഒക്കുമെന്ന് ഒരു ഇന്ത്യക്കാരൻ വിശ്വസിച്ച് ഇരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ ഈ ടെക്നോളജി വളർന്ന് വരുമ്പോഴത്തേക്ക് ഈ സാറ്റലൈറ്റിൽ നിന്നുള്ള ഡാറ്റ യൂസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ ഒക്കുമെന്നുള്ളത് ഒരുപാട് ഏരിയാസ് ഓപ്പൺ അപ്പ്. ഇന്ത്യയിൽ ഒരുപാട് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൻ്റെയാണ് ഞാൻ എക്സാമ്പിൾ. നമ്മൾക്ക് ഇന്ത്യയിലുള്ള ജനസംഖ്യയാണ് അതിനുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും പേരെ നമുക്ക് സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇപ്പം ഞാനൊരു പ്രാവശ്യം ഇസ്രോ ചെയർമാൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ കേട്ടതാണ്, എന്തിനാണ് ഇന്ത്യ ഇത്രയും പൈസ മുടക്കി ഇത്രയും സാറ്റലൈറ്റ്സ് ഒക്കെ അയക്കുന്നതാണ്. പുള്ളിക്കാരൻ പറഞ്ഞൊരു സിമ്പിൾ ആൻസറാണ്. പണ്ടൊക്കെ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വരുമ്പോൾ എത്രയെങ്കിലും പേര് മരിച്ചു എന്നുള്ളൊരു വാർത്തയാണ്. ഇപ്പം ആ നമ്പേഴ്സ് വളരെയധികം കുറഞ്ഞു. കാരണം കാര്യങ്ങൾ നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഒക്കുന്നുണ്ട്. അപ്പം നമ്മൾ അന്ന് മുതൽ ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഇന്ന് സ്പേസ് ടെക്നോളജി സൈഡിൽ ഇന്ത്യ ഇത്രയും മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ ഇന്ത്യയിൽ ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് വളരെ ഒരു ലോ കോസ്റ്റിലാണ്. അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം നമ്മൾ ട്രൈ ചെയ്യുന്നത് ഒരു ഗ്ലോബൽ മാർക്കറ്റിന് വേണ്ടി എങ്ങനെ ഇവിടെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. ആൻഡ് നമ്മളത് ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജി നമുക്ക് ഇവിടെ യൂസ് ചെയ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പല അഡ്വാൻസ് സാറ്റലൈറ്റ്സും ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇസ്രോ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് ഫുള്ളി ഇന്ത്യയിൽ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ഈ പറഞ്ഞ ചില കമ്പോണൻസ് അവർ വെളിയിൽ നിന്ന് സോഴ്സ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഇവിടെയുള്ള ഒരുപാട് കൊച്ചു കമ്പനീസ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മളും ഇവിടെ നോക്കുന്നത്. നമ്മൾ ഇവിടെ ഇന്ത്യയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്ന ഒരുപാട് കമ്പനീസുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. അവരുമായിട്ട് എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പുതിയ പ്രോഡക്റ്റ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മളവരുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ്, ആരെന്തൊക്കെയാണ് നോക്കുന്നത്, അത് നമ്മൾ ഈ പല ഇവൻറ്റ്സും അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന്ന് നമുക്ക് ഇൻപുട്ട് കിട്ടും. പിന്നെ നമ്മൾ ഈ സ്പേസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള കുറേ സിമ്പോസിയംസ്, ഈ ഫോറംസ്, ഇത് നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കമ്പനിയുടെ പ്ലാനിൻ്റെ അകത്ത് ഒരു വർഷം ഇത്ര ഇവൻറ്റ്സ് അറ്റൻഡ് ചെയ്യണമെന്നുള്ളത് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്കൊരു ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ക്ലിയർ ഡയറക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സ് വരുമ്പോൾ അവരുമായിട്ടുള്ള അപ്പോൾ ഇതനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് വിട്ട സാറ്റലൈറ്റ്സിൻ്റെ കേപ്പബിലിറ്റി എടുത്തു കഴിഞ്ഞാൽ ആ കേപ്പബിലിറ്റിയുടെ ഒരു 100 ടൈംസ് ഇപ്പോഴത്തെ ഹാർഡ്വെയർ കേപ്പബിൾ ആയിട്ടുണ്ട്, ഇപ്പോഴത്തെ പുതിയ ടൈപ്പ് പ്രോസസ്സേഴ്സും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പേസിൽ പോയി ഒരു റേഡിയേഷൻ എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യണം. അത് എല്ലാ ഹാർഡ്വെയറും അവിടെ പോയി വർക്ക് ചെയ്യത്തില്ല. അപ്പം പല പുതിയ ടൈപ്പ് ഹാർഡ്വെയർസ് വരുന്നുണ്ട്, റേഡിയേഷൻ ഹാർഡൻഡ് ആയിട്ടുള്ള. അപ്പം ഇത് നമ്മൾ നമ്മുടെ മിഷൻസിൽ യൂസ് ചെയ്ത് സക്സസ്ഫുള്ളായിട്ട് കേപ്പബിലിറ്റി കൂട്ടുക. ഇപ്പം ഒരു മെയിൻ ഇത് വരുന്ന എഡ്ജ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോംസ്. അപ്പം നമ്മളിപ്പോൾ ഒരു എർത്ത് ഒബ്സർവേഷൻ പ്രോജക്റ്റിൽ ഒരു ഫോട്ടോഗ്രാഫ് അവിടെ നിന്ന് എടുത്തു. അത് ഫുൾ ക്ലൗഡ് കവർ ആണെങ്കിൽ ആ ഫോട്ടോഗ്രാഫ് ഉപയോഗമില്ല, അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ച കാര്യത്തിന് ഉപയോഗിക്കാം, ഉപയോഗമില്ലെന്ന് പറയാനൊക്കില്ല. അപ്പോൾ അത് ഇവരുദ്ദേശിക്കുന്ന സാധനത്തിന് വർക്ക് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്കൊരു എഡ്ജ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് അതിനെ അനലൈസ് ചെയ്യാൻ നോക്കും. ഈ ഇമേജിൽ എത്ര
എത്രത്തോളം ക്ലൗഡ് കവറുണ്ട്, ഉപയോഗിക്കണോ വേണ്ടയോ, വേണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇത് ചെയ്യാം. പക്ഷേ ഇപ്പോൾ പഴയ പോയ സാറ്റലൈറ്റ്സിൽ ബുദ്ധിമുട്ടാണ്. ഈ സാധനം താഴെ വന്നു കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്യാം. പിന്നെ ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സബ് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അതിലും നമ്മൾ AI യൂസ് ചെയ്തിട്ട് എങ്ങനെ കുറച്ചുകൂടെ അത് ബെറ്റർ ആക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരു കോൺസ്റ്റൻറ്റ് എന്താ പറയുക, ഒരു ഡെവലപ്മെൻറ്റ് ഇതിനാവശ്യമാണ്. നമ്മുടെ കമ്പ്യൂട്ടേഴ്സൊക്കെ വന്ന പോലെ പണ്ട് വന്ന കമ്പ്യൂട്ടറിൻ്റെ ഒരു കേപ്പബിലിറ്റി ഇപ്പോൾ ഉള്ള കമ്പ്യൂട്ടറിൻ്റെ അതുപോലെ നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനാണ് നമ്മുടെ ഒരു R&D ഡിവിഷനുള്ളത്. അപ്പോൾ അവർ ഈ വരുന്ന പുതിയ ടെക്നോളജിയും ഇതും ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മൾ ഈ ഓരോ ഇവൻറ്റ്സിന് പോകുമ്പോഴും സെമിനാർസിന് പോകുമ്പോഴും അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കി ഇതിൽ നിന്നൊക്കെ ഇൻപുട്സ് എടുത്തിട്ട് നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് പ്ലാറ്റ്ഫോംസ് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ കമ്പ്യൂട്ടർ ടെക്നോളജി വന്നപ്പോഴത്തേക്ക് ഇവിടെ അങ്ങനെ കമ്പ്യൂട്ടർ അറിയാമെന്നുള്ള വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ടെക്നോ പാർക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു, ടെക്നോ പാർക്കിൽ ഇത്രയും റിക്വയർമെൻറ്റ്സ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതനുസരിച്ചിട്ട് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പല കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകളും വന്നു. ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെയിൻസ് ഇവിടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒക്കുന്നുണ്ട്. സിമിലർലി ഇപ്പം ഇസ്രോ തന്നെ അവരുടെ എഡ്യൂക്കേഷൻ ഒരു പുഷുണ്ട്. അപ്പം എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഈ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് കൊണ്ടുവരിക എന്നുള്ളത്. അതുപോലെ നമ്മൾ ചെയ്യുന്ന വേറൊരു നമ്മൾ ഈ യൂണിവേഴ്സിറ്റീസും കോളേജസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്ത് നമ്മൾ അബ്സോർബ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു റിസോഴ്സ് വരും എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അതിന് നമ്മളും നമ്മുടെ ഒരു ഇൻപുട്ട് വേണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് അവിടെ അവരെ ഇൻവോൾവ് ചെയ്ത്, അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന സ്റ്റുഡൻസ്, ഇൻറ്റേൺഷിപ്പിന് വരുന്ന സ്റ്റുഡൻസിനെ ഇത് പഠിപ്പിച്ച് ആ ഒരു പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇവിടെ ബ്രെയിൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അതിന് നമ്മുടെ ആവശ്യത്തിനായിട്ടൊന്ന് ഫൈൻ ട്യൂൺ ചെയ്തെടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ യൂണിവേഴ്സിറ്റി കോളേജ് കൊളാബറേഷനിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യണം. മറൈൻ കോളേജിൽ ഇപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേഷൻ ഇട്ടു. അപ്പം ഇനി അവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സാറ്റലൈറ്റ്സിൽ നിന്ന് വരുന്ന ഡാറ്റ എങ്ങനെ നമുക്ക് ഡാറ്റ റിസീവ് ചെയ്യാം, അതിനെ എങ്ങനെ പ്രോസസ്, ഇത് നമുക്ക് അവിടെ സ്റ്റുഡൻസിനെ ഹാൻഡ്സ് ഓൺ ചെയ്ത് പഠിപ്പിക്കാൻ നോക്കും. അപ്പം അത് നമ്മുടെ ഇപ്പോൾ ഈ ഒരു കൊളാബറേഷൻ്റെ ഒരു മെയിൻ ഇതാണ്. അപ്പം ആ ഡാറ്റ വന്ന് തുടങ്ങി കഴിയുമ്പോൾ ഇതിനേക്കാളും ബെറ്റർ ഡാറ്റ എങ്ങനെ ജനറേറ്റ് ചെയ്യാം, ഇതായിരിക്കും നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ചാലഞ്ച്. അപ്പം ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിൽ ഒരു സ്പേസ് ടെക് കമ്പനി എന്നുള്ളതിലേക്ക് നമുക്കും അത് ഇൻവോൾവ് ചെയ്ത് വർക്ക് ചെയ്താലേ അങ്ങനെയുള്ള ബ്രെയിൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നോക്കും. അപ്പോൾ ഈ ഒരു ഒരു ഇൻഡസ്ട്രി അക്കാഡമിക് കൊളാബറേഷൻ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുള്ളൊരു മൈൻഡ് സെറ്റ് ഇപ്പം നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്ന കോളേജുകൾക്കൊക്കെ താല്പര്യമുണ്ടോ? ഇവിടെ നമ്മൾ X20 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ IIST എന്ന് പറയുന്ന ഒരു വളരെ വലിയ സ്ഥാപനം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഇസ്രോയുടെ അടിയിലുള്ള ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അവരുടെ ചൂട് വെച്ചിട്ട് ഇവിടെ പല എഞ്ചിനീയറിംഗ് കോളേജസും ഓൾറെഡി അവർ കരിക്കുലത്തിൽ ഈ സ്പേസിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇത് ഓൾറെഡി ഈ സ്റ്റെപ്സ് എടുത്ത കോളേജസ് വെർ വെരി ഹാപ്പി നമ്മുടെ കൂടെ വന്ന് വർക്ക് ചെയ്യാനും. അപ്പം നമ്മുടെ കുറച്ച് സ്റ്റാഫ് അങ്ങനെ വന്നതാണ്. ഇവിടെ ഒരു ഇൻറ്റേൺഷിപ്പിന് വന്നിട്ട് പിന്നെ അവർ നമ്മുടെ ടീമിലോട്ട് ജോയിൻ ചെയ്യുമായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു യൂണിക്കോൺ എടുത്തു കഴിഞ്ഞാൽ 2-3 കാര്യങ്ങളാണ് അതിൽ അവരുടെ ഒരു ക്വാളിറ്റി ആയിട്ട്. ഒന്ന്, ഫാസ്റ്റായിട്ട് ചേഞ്ചസ്, ഈ ചലഞ്ചസ് എടുത്ത് അതിനെ സോൾവ് ചെയ്യാമെന്നുള്ള, പിന്നെ കറക്റ്റായിട്ടുള്ള ഒരു ടീമിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഗ്രോ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഒക്കുന്ന ഒരു കാര്യമല്ല. അത് ഒരുപാട് എഫേർട്ട് വരണം. അവിടെയാണ് ഒരു കമ്പനിയുടെ സക്സസ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വരും. ഇപ്പോൾ തന്നെ ഇപ്പോൾ സ്പേസ് ഇൻഡസ്ട്രി കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്ത് ഇപ്പോഴത്തെ ഒരു ഗ്ലോബൽ കുറച്ച് വാർസും ഈ ഡിഫറെൻറ്റ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും കാരണം ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ഫാക്ടേഴ്സാണ് ഒരു പുതിയൊരു ടെക്നോളജി മാർക്കറ്റിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നതെന്നുള്ള. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു
കണ്ടീഷൻസ് വെച്ചിട്ട് സ്പേസ് ടെക്നോളജി വളരെയധികം ഗ്രോത്തും ഇൻവെസ്റ്റ്മെൻറ്റും പൊട്ടൻഷ്യലും ഉള്ളതാണ്. കാരണം ഒന്ന്, ഇസ്രോയുടെ ഇപ്പോൾ ലാസ്റ്റ് ഒരു ഫ്യൂ മിഷൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഹ്യൂജ് സക്സസ് ആണ്, ഇൻക്ലൂഡിങ് എന്താണ് നമ്മുടെ മൂൺ ലാൻഡിങ്. അപ്പോൾ അത് ഇതിനെ ശരിക്കും നമ്മുടെ ഇൻഡസ്ട്രിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം വി ആർ ഇൻ എ പാത്ത് ആൻഡ് വി ആർ ലുക്കിംഗ് അറ്റ് നെക്സ്റ്റ് ലെവൽ ഓഫ് ഗ്രോത്ത്. ഒരു യൂണിക്കോൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇറ്റ് ടേക്ക് സം ടൈം. വി ആർ ലുക്കിംഗ് ടുവേർഡ്സ് ദാറ്റ്. സോ 2021 കമ്പനി രജിസ്റ്റർ ചെയ്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം എവിടെ വേണം എന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾക്ക് സാമാന്യം സംശയമൊന്നുമില്ലായിരുന്നു. തിരുവനന്തപുരം തന്നെ വേണം എന്നുള്ളതുണ്ടായിരുന്നു. പല റീസൺസ്, പേഴ്സണൽ റീസൺസ് ഉണ്ട്. എല്ലാവരും ഡയറക്ടേഴ്സ് എല്ലാം തിരുവനന്തപുരംകാരാണ്, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചവരാണ്. അവിടെ നിന്ന് പല ജോലി സ്ഥലങ്ങളിലേക്ക് പോയി എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതൊന്നും അല്ലാതെ മറ്റൊരു വെരി ബിഗ് അഡ്വാൻറ്റേജ് തിരുവനന്തപുരത്തിന് മാത്രമായിട്ടുണ്ട്. സ്പേസ് എന്ന് പറയുന്ന സെക്ടറിലേക്ക് വന്നു കഴിയുമ്പോൾ അതിലൊന്ന് എന്ന് പറയുന്നത് ഇസ്രോവിൻ്റെ ഏറ്റവും മേജർ റിസർച്ച് സെൻ്ററായിട്ടുള്ള VSSCയും LPSCയും IISCയും 3 മെയിൻ സെൻറ്റേഴ്സ് ഓഫ് ഇസ്രോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സിറ്റിയാണ് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. പല ഭാഗത്തിൽ നിന്നുള്ള സ്പേസ് സയൻറ്റിസ്റ്റ് അവരുടെ നല്ല പ്രായത്തിൽ തന്നെ തിരുവനന്തപുരത്ത് വന്ന് പല സ്ഥലത്ത് നിന്നൊക്കെ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഇവിടെ വന്ന് താമസിച്ച് ഇത് മറ്റൊരു അവരുടെ ഒരു രണ്ടാമത്തെ വീടാക്കി മാറ്റിയിട്ടുണ്ട്. ആ ഒരു ബിഗ് അലുമിനൈ ഓഫ് ഇസ്രോ അവൈലബിൾ ആയിട്ടുള്ളൊരു സിറ്റി സ്പേസിൻ്റെ കാര്യത്തിൽ വേണ്ട രീതിയിൽ നമ്മൾ അവരെ മേക്ക് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ ഡൗട്ട് നമുക്ക് വലിയ രീതിയിലുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ എൻ്റെ ഫെലോ ഡയറക്ടേഴ്സ് പറഞ്ഞിരുന്ന പോലെ ഇസ്രോ എംപാനൽഡ് ആയിട്ടുള്ളൊരു വെരി ബിഗ് വെൻഡർ ഡേറ്റാബേസ് നമുക്ക് ഓൾറെഡി ഉണ്ട്. ഒരു ഇസ്രോ എംപാനൽഡ് ആയിട്ട് ഇസ്രോവിന് വേണ്ടി സബ് കോൺട്രാക്റ്റ് വർക്ക് എടുത്ത് ചെയ്യുന്ന ഇഷ്ടം പോലെ വെൻഡേഴ്സ്, 100 കണക്കിന് വെൻഡേഴ്സ് തിരുവനന്തപുരത്തും തിരുവനന്തപുരത്തെ ചുറ്റിപ്പറ്റിയും അവൈലബിൾ ആണ് ഓൾറെഡി. അവരെ ടാപ്പ് ഇൻ ചെയ്താൽ തന്നെ ഞങ്ങളെപ്പോലൊരു സാറ്റലൈറ്റ് കമ്പനിക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇത് ഓഫ് ലേറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ തന്നെ കേരള സ്പേസ് പാർക്ക് ഇസ് എ സ്റ്റെപ്പ് ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ എന്ന് ഞാൻ പറയും. കോവിഡിന് ശേഷമാണ് സ്പേസ് ബേസിക്കലി സെൻട്രൽ ഗവൺമെൻറ് കുറച്ചുകൂടെ പ്രൈവറ്റ് കമ്പനീസിന് ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുത്തതെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് ഒരു 2017-18 സമയത്ത് വല്ലാതെ മേക്ക് യൂസ് ചെയ്യാവുന്ന, യൂട്ടിലൈസ് ചെയ്യാവുന്ന ഒരു സാധനമായിരുന്നു. ഒരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്, ബട്ട് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത് നേരത്തെ എഗെയിൻ അനുരാഗോ ലോയിഡോ പറഞ്ഞ പോലെ ഇപ്പോൾ കേരള സ്പേസ് പാർക്കിൽ ഏകദേശം 300ഓളം കമ്പനീസ് ഓൾറെഡി രജിസ്റ്റേർഡാണ്. അതിൽ സാറ്റലൈറ്റ് ഉണ്ടാക്കുന്ന കമ്പനി, പ്രോബ്ലി എൻഡ് ടു എൻഡ് സാറ്റലൈറ്റ് ഉണ്ടാക്കുന്ന കമ്പനി ഞങ്ങൾ മാത്രമായിരിക്കും. പക്ഷേ അത് മാത്രമല്ല, നമുക്ക് ആ ഒരു ഇത് കൃത്യമായ രീതിയിൽ ഓടണം എന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരിക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭൗതിക സാഹചര്യം ഉണ്ടാക്കുക ഒരു കമ്പനിക്ക് വർക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ടെക്നോ പാർക്കിനാണെങ്കിലും വെരി റൈറ്റ് ഇൻറ്റൻഷൻസ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് സ്ഥലം തരിക എന്നുള്ളത്. പക്ഷേ അവർക്ക് സ്ഥലം അവൈലബിൾ അല്ലായിരുന്നു തരാനായിട്ട്. അപ്പം ഒരു സ്പേസ് കമ്പനിയാണ്, ഫസ്റ്റ് സ്പേസ് കമ്പനിയാണ് എന്ന് പറയുന്നൊരു കൺസിഡറേഷനിലാണ് ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലം കിട്ടിയത്. സോ ഇൻറ്റൻഷൻ്റെ അഭാവം ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല കേരളത്തിൽ. ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുന്നൊരു മെൻറ്റാലിറ്റിയാണ് എല്ലാ ഗവൺമെൻറ്റൽ അല്ലെങ്കിൽ ക്വാസി ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസിലും അതോറിറ്റീസിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷേ ചില പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഗവൺമെൻറ്റും ഫേസ് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ വർക്ക് ചെയ്ത് ഈ കമ്പനികളുടെ റണ്ണിങ് കോസ്റ്റ് എങ്ങനെ, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എങ്ങനെ താഴോട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് വളരെയധികം ചിന്തിക്കേണ്ടതാണ്. കാരണം താങ്കൾ ഇപ്പോൾ തന്നെ കണ്ടു കാണും, ഇത് ആൾക്കാരെ നിരത്തിയിരുത്തി നമ്മൾ ചെയ്യുന്ന ഒരു IT ഇൻഡസ്ട്രി പോലത്തെ ഒരു വർക്കല്ല. ഇറ്റ്സ് എ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് thing, and that is why the entry barrier to start a satellite company is very big. It will be even big for a propulsion company. ഒരു റോക്കറ്റ് കമ്പനി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ബിഗറാണ് അതിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റ്. അപ്പോൾ ഇതുപോലത്തെ ഈ റെക്കറിങ് അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന സാധനങ്ങൾ ഗവൺമെൻറ്റിന് ടേക്കപ്പ് ചെയ്യാവുന്നതാണ്. ആൻഡ് അത് ബാക്കിയുള്ള കമ്പനീസിൽ അതിലേക്ക് ടാപ്പ് ഇൻ ചെയ്യാനായിട്ട് പറ്റണം. സെൻട്രൽ ഗവൺമെൻറ് ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ഇൻസ്പേസ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻസ്പേസിൻ്റെ ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് ഇപ്പോൾ അഹമ്മദാബാദിലാണ്, അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ കോമൺ ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് എന്ന് പറയും. പക്ഷേ എന്താണ് നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവിടെ നിന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സാറ്റലൈറ്റ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുക, അവിടെ ടെസ്റ്റ് ചെയ്യുക, 5-6 ദിവസം ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാരെ നമ്മൾ അവിടെ നിർത്തണം. ഇതൊക്കെ ഇതിൻ്റെ റണ്ണിങ് കോസ്റ്റിലേക്ക്
കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നേരത്തെ ഒരു സ്പേസ് സിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്, അല്ലെങ്കിൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാവുന്ന ഒരു സിറ്റിയാണ് ട്രിവാൻഡ്രം. ആൻഡ് ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി 2020 ഒരു ഇപ്പോൾ നൊട്ടോറിയസായ എഡ്ജ് 2020 എന്ന് പറയുന്നൊരു ഇവൻറ്റ് നടത്തിയിരുന്നു നമ്മൾ ടു മേക്ക് ട്രിവാൻഡ്രം ദ സ്പേസ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ബട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട്, ആൻഡ് ഇറ്റ് ഹാഡ് ടു ബി സ്റ്റോപ്ഡ്. അത് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ ആക്ച്വലി ടുക്ക് ക്യാപിറ്റലൈസ്ഡ് ഓൺ ഇറ്റ്. ആൻഡ് സൗത്ത് ഇന്ത്യയിൽ തന്നെയാണ് ബാംഗ്ലൂർ ആൻഡ് ഹൈദരാബാദ് ഹാപ്പൻസ് ടു ബി ദ കറണ്ട് ആ ഒരു ഫോക്കൽ പോയിൻറ്റ്, ഓർ ആ ഒരു എല്ലാവരെയും കൂട്ടുന്ന എന്താ പറയുന്ന ആ ഒരു സെൻട്രലായിട്ട് മാറുന്നത് ഈ 2 സിറ്റീസാണ് ഇപ്പോൾ ആസ് ഓഫ് നൗ. ബട്ട് ഐ ആം ഓൾവേസ് ഒപ്റ്റിമിസ്റ്റിക് ഇൻ ദിസ് തിങ്. റൈറ്റ് ഇൻറ്റൻഷനോടുകൂടി റൈറ്റ് റിസോഴ്സസ് കൊടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ട്രിവാൻഡ്രം വിൽ ബി നോട്ട് ഫാർ ബിഹൈൻഡ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു.